ചെല്ലാനം പുത്തൻതോട് മുതൽ ഫോർട്ട് കൊച്ചി വരെയുള്ള പ്രദേശങ്ങളിൽ കടലാക്രമണം രൂക്ഷം. ഇതോടെ പ്രതിഷേധവുമായി ജനങ്ങൾ രംഗത്തെത്തി. ജനകീയ വേദി ജൂൺ 30-ന് ചെല്ലാനം ഫോർട്ട് കൊച്ചി തീരദേശ ഹർത്താൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എല്ലാ സാധനവും നശിഞ്ഞു, ഞങ്ങളുടെ വീട് വരെ നശിഞ്ഞു. ഞങ്ങൾക്ക് ഒരിടവും ഇല്ല പോയി കിടക്കാൻ. ഞങ്ങൾ എന്ത് ചെയ്യും? സർക്കാർ ഞങ്ങളെ കാണണ്ട. അവരുടെ കണ്ണിലും മണ്ണാണ് വീണേക്കണം. ഞങ്ങളെ കാണുന്നില്ല. ഞങ്ങൾ ഇനി നഷ്ടപ്പെടാനൊന്നുമില്ല. ഞങ്ങൾ കണ്ട വീട്ടിൽ കിടന്ന് കലം കഴുകി ഉണ്ടാക്കണ സാധനമാണ് ഇതെല്ലാം പോണത്. കണ്ണമാലിയിൽ 50ഓളം വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. നിരവധി വീടുകളിൽ വെള്ളം കയറിയതോടെ വീട്ടുപകരണങ്ങൾ ഉൾപ്പെടെ നശിച്ച നിലയിലാണ്. പലരും ഇവിടെ നിന്ന് ബന്ധുവീടുകളിലേക്കും വാടക വീടുകളിലേക്കും മാറിയിരിക്കുകയാണ്. 4 വർഷത്തിനിടെയുണ്ടായ ഏറ്റവും വലിയ കടലാക്രമണമാണ് കണ്ണമാലി, ചെറിയ കടവ്, വാട്ടർ ടാങ്ക്, കാട്ടിപ്പറമ്പ് പ്രദേശങ്ങളിലുണ്ടായതെന്ന് ഫോർട്ട് കൊച്ചി ചെല്ലാനം ജനകീയ വേദി ചെയർമാൻ VET സെബാസ്റ്റ്യൻ പറഞ്ഞു. കടലാക്രമണം തടയുന്നതിനുള്ള താൽക്കാലിക സംവിധാനമായ ജിയോ ബാഗുകൾ കുറച്ച് സ്ഥാപിച്ചിരുന്നു. അതേസമയം ജിയോ ബാഗുകൾ സ്ഥാപിക്കാത്ത സ്ഥലങ്ങളിലാണ് കടലാക്രമണം കൂടുതലായി അനുഭവപ്പെട്ടത്. കടലാക്രമണ ഭീഷണി നേരിടുന്നതിന് ശാശ്വത പരിഹാരം കാണണമെന്ന് വർഷങ്ങളായി ആവശ്യപ്പെട്ടു വരികയാണ്. ഈ മഴക്കാലം ആരംഭിക്കുന്നതിന് മുമ്പ് ജിയോ ബാഗുകൾ സ്ഥാപിച്ച് താൽക്കാലിക പരിഹാരം ഉറപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ സർക്കാർ ഇടപെടൽ വൈകുകയായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് 1.25 കോടി രൂപ അനുവദിച്ചത്. മഴക്കാലം തുടങ്ങിയതിനുശേഷം നടത്തുന്ന പ്രവർത്തനങ്ങൾ ഫലപ്രദമല്ലെന്നും സെബാസ്റ്റ്യൻ ചൂണ്ടിക്കാണിച്ചു. ജനപ്രതിനിധികൾ ഉൾപ്പെടെ ആരും തങ്ങളെ തിരിഞ്ഞു നോക്കുന്നില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി.